ഹലോ ഗൈസ്, ഓണമായിട്ട് എല്ലാവരും ഔട്ട്ഫിറ്റുകൾ ട്രൈ ചെയ്യുന്നു, പുതിയ പുതിയ ഓണക്കോടികൾ എടുക്കുന്നു, കുടുംബക്കാരുമായിട്ട് ഷോപ്പിങ്ങിന് പോയി ഷോപ്പിംഗ് വ്ലോഗ് ചെയ്യുന്നു, പിന്നെ കോളേജിൽ ഓണപരിപാടിയൊക്കെ റീൽ എടുക്കുന്നു ഫ്രണ്ട്സുമായിട്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വിരിവിരിക്കുന്നു. പക്ഷേ തൊഴിലില്ലായ്മയും പഠിത്തവും കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ച് ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ചിന്ത എന്നെ കൊണ്ടെത്തിച്ചത് എന്റെ വീട്ടിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചില ആൾക്കാരുടെ അലമാരികളിലാണ്. അവിടെ ഞാൻ ചില വർണ്ണാഭമായ വസ്ത്രങ്ങളുടെ ശേഖരം കണ്ടു. അതിലൊന്ന് ഞാൻ വലിച്ചെടുത്തു. അതാണ് ഇതെന്റെ അച്ഛന്റെ ജുബയാണ്. അച്ഛൻ തന്നെ മീറ്റർ കണക്കിന് തുണി വാങ്ങിച്ചിട്ട് തനിയെ കോളറൊക്കെ വെച്ച് ബട്ടൺസ് ഒക്കെ പിടിപ്പിച്ച് നല്ല കിടിലുമായിട്ട് തയ്ച്ച ഒരു ജുബ പോലത്തെ ഒരു കുർത്തയല്ലേ ഇത്, കുർത്ത. എന്തൊരു സുഖമാണ് ഇതിടാനെന്നറിയോ. ഞാൻ വിചാരിച്ചിരുന്നത് ഈ നമുക്കിപ്പോഴും എവിടെയെങ്കിലും പോയിട്ട് തുണി ഇങ്ങനെ ഊരിയിടുമ്പോഴല്ലേ ഒരു സുഖം കിട്ടുന്നത്. പക്ഷെ അതിനേക്കാളും സുഖം ഒരു തുണിക്ക് തരാൻ പറ്റിയാലോ, അതാണ് ഈ തുണി. എന്ന് വെച്ചാൽ ഇങ്ങനെ അബദ്ധത്തിൽ നമ്മളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആക്കിയാ പിന്നെ ആക്കിക്കൊണ്ടിരിക്കും, നിർത്താൻ പറ്റൂല. ഇതിന്റെ കൂടെ ഞാൻ എന്ത് പെയർ ചെയ്യും? എന്നാൽ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷെ മുണ്ടിന്റെ കാര്യത്തിൽ എന്റെ അച്ഛനൊരു ദരിദ്രവാസിയാണ്. അപ്പൊ നല്ല മുണ്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അമ്മയുടെ സാരികൾ തപ്പിയപ്പോ കോട്ടൺ സാരികളൊന്നും കാണുന്നില്ല. അവസാനം ഞാൻ മെത്ത പൊക്കി നോക്കിയപ്പോഴാണ് ഒരു കഞ്ഞിയുടെ മണം അടിച്ചത്. പിന്നെ ഈ മനസ്സിലായി, കഞ്ഞി മുക്കി അടുക്കിയ സാരികളെല്ലാം മെത്തയുടെ അടിയിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് ഞാനൊരു കോട്ടൺ സാരി പൊക്കിയെടുത്തു. ദേ ഇങ്ങനെ കണ്ടോ, ഇതാണ് ആ കോട്ടൺ സാരി. ഇതിന്റെ ബോർഡർ നോക്കൂ, ഇതുമായിട്ട് എന്ത് മാച്ചിങ് ആണ്. ഇത്തരത്തിലൊരു മനപ്പൊരുത്തമാണ് എന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ളത്. സമ്മതിക്കണം. അപ്പം ഞാൻ എന്നിട്ട് മീനാശയെ കൊണ്ട്, അതായത് എന്റെ അനിയത്തിയെ കൊണ്ട് ഇത് ഇങ്ങനെ സാരി പോലെ താഴെ ഇങ്ങനെ ഉടുപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ കണ്ടോ, ഇങ്ങനെ ഒരു വാലുണ്ട്. ഈ വാല് നമ്മൾ ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ഇടും. അപ്പോഴാണ് ഈ ഔട്ട്ഫിറ്റ്, അയ്യോ ഞൊറി കാണാൻ വയ്യ, ഔട്ട്ഫിറ്റ് നമുക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പൊ നോക്കൂ, വാവ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സുന്ദരിയാക്കുന്ന എന്റെ ഈ കമ്മൽ, ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. 49 rupees ഓൺലി. പിന്നെ ഈ മാല, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതെനിക്ക് വയസ്സറിയിച്ചപ്പോൾ വല്യമ്മ വാങ്ങിച്ചു തന്നതാണ്. ഇനി ഞാൻ എന്റെ ചെരുപ്പ് കാണിക്കാം. ഇത് അച്ഛൻ ഓണത്തിന് വാങ്ങിച്ച പുതിയ ചെരുപ്പ്. പൈസ ഉള്ളവർക്ക് എന്തും ആവാമല്ലോ. ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. പിന്നെ സ്വർണ്ണക്കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ബാഗ് എങ്ങനെയുണ്ട്? ഇങ്ങനെ ആയിട്ടുണ്ട്, കല്യാണ ബ്രോക്കറിനെ പോലുണ്ട്. ഞാൻ പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ശീമാട്ടിലെ മറ്റേ വായം പൊളിച്ച് നിൽക്കുന്ന സിംഹത്തിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന കല്ലിന്റെ മണ്ട നിൽക്കുന്ന ചേച്ചിയായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ ആൾക്കാരെ കുത്തിന് പിടിച്ച് പൈസ വാങ്ങുന്ന ചില തമിഴന്മാര് കൗണ്ടർമാരെ പോലെയായി ഞാൻ. ഇത്ര നല്ലൊരു ഓണം ലുക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ?